ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. യേശുവും ബെൽസെബൂലും. യേശു കഫർനാമിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. വലിയ ഒരു ജനക്കൂട്ടം യേശുവിന് ചുറ്റും കൂടുകയും യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും യേശുവിൽ നിന്ന് രോഗശാന്തി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബെൽസെബൂൾ ആവേശിച്ചിരിക്കുന്നു. പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. സാത്താൻ്റെ മധ്യസ്ഥതയിലാണ് അവൻ ആശ്രയിക്കുന്നത്. യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവൻ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയായിരിക്കും. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്? കാരണം തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്നവർ പറഞ്ഞതിലാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണെന്ന് യേശു സംശയലേശമന്യേ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ മനഃപൂർവ്വം നിരസിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് തിന്മയോ പൈശാചിക സ്രോതസ്സുകളോ ആണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൃപയും ക്ഷമയും സ്വീകരിക്കുവാൻ വിസ്മരിക്കുകയും മാനസാന്തരം അസാധ്യമാക്കുകയും ചെയ്യുന്ന ഹൃദയം കഠിനമായ അവസ്ഥയാണിത്. ആത്യന്തികമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വചനഭാഗം എടുത്തു കാണിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിനയത്തിൻ്റെയും തുറന്ന മനസ്സിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുവാനായും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ നാം സ്വയം അനുവദിച്ചാൽ നമ്മുടെ ജീവിതയാത്രയിൽ തെറ്റിദ്ധാരണകളെ, വിഭാഗിതകളെ, വിയോജിപ്പുകളെ നാം അതിജീവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലും അവിടുത്തെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.